സെൻകുമാർ സാർ നോക്കൂ, ഓൾ ഇന്ത്യ സർവീസസ് കോൺട്രാക്ട് റൂൾസ് 1968 അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സിവിൽ സർവൻ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അതുപോലെ മോറൽ ഇൻറ്റഗ്രിറ്റി ഒക്കെ കാത്ത് സൂക്ഷിക്കണം എന്നൊക്കെ അടിവരയിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ചീഫ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി അല്ലേ. ഇദ്ദേഹമാണ് പലരുടെയും CRലൊക്കെ ഒപ്പുവെക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കൂ, ഒരു ക്രെഡൻഷ്യൽസും ഇല്ലാത്ത, ഒരു തരത്തിലും ധാർമ്മികത ഇല്ലാത്ത അസാൻമാർഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്ന തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടും ഇപ്പോഴും യാതൊരു കൂസലുമില്ലാതെ ആ കസേരയിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ കണ്ടല്ലേ മറ്റുള്ളവരെ പഠിക്കേണ്ടത് അല്ലേ. അപ്പം സ്വാഭാവികമായും എന്ത് ബഹുമാനമായിരിക്കും ഈ ഉദ്യോഗസ്ഥന് ലഭിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയെങ്കിലും നടത്തണം സർക്കാരിന് ഇങ്ങനെ ഒരു പരാതി കിട്ടിയ സാഹചര്യത്തിൽ. പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നൽകുന്നു, പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനുള്ള പരിരക്ഷ കൊടുക്കുന്നു. അതായത് നേരത്തെ ശ്രീ അനിൽ ബോസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഇവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട എന്നുള്ളൊരു നിലപാടിലായിരിക്കുമോ നടപടിയൊന്നും സ്വീകരിക്കാത്തത്? നോക്ക്, സർക്കാർ ഇതിൽ നടപടി എടുക്കേണ്ടതായിരുന്നു. അത് ആദ്യമേ 2 വർഷം മുമ്പ് തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു. അത് പരാതികൾ കിട്ടിയാൽ, പ്രത്യേകിച്ചും തൊഴിൽ സ്ഥലത്തെ ലൈംഗിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുന്നതിനുള്ള അതിൽ നടപടിയെടുക്കേണ്ട നിയമമാണ് പോഷ് ആക്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. അതനുസരിച്ചുള്ള സംവിധാനം അനുസരിച്ച് ആ കമ്മിറ്റി അത് എൻക്വയറി നടത്തേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആ കമ്മിറ്റിക്ക് കൊടുത്ത് ആ കമ്മിറ്റിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് അതിൻ്റെ ഫൈൻഡിങ് അനുസരിച്ച് ആവശ്യമെങ്കിൽ ക്രിമിനൽ ആക്ഷനും ആവശ്യമെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റൽ ആക്ഷനും എടുക്കേണ്ടതായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇത്തരം ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ മറ്റ് കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകുക എന്നുള്ളത്. പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന്. ഏറ്റവും യോഗ്യനായവൻ പറ്റുന്ന അത് ആൾ സർവൈവ് ചെയ്യുന്നു. ഇപ്പം അത് മാറിയിട്ട് സർവൈവൽ ഓഫ് ദ ഫിൽത്തിയസ്റ്റ് എന്നാണ്. ഏറ്റവും മോശമായവൻ, ചീഞ്ഞളിഞ്ഞവൻ, അവനാണ് സർവൈവ് ചെയ്യുന്നത്. ഇതാണ് പല സ്ഥലത്തും നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സർവൈവൽ ഓഫ് ദ ഫിൽത്തിയസ്റ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, സർക്കാരിനെ പൊളിറ്റിക്കൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിനും കൂട്ടുനിൽക്കുന്ന, പറഞ്ഞാൽ കണ്ണടച്ചെല്ലാം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം പറയാം. ഞാൻ 2017 ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്കെതിരെ 5ഓളം കേസുകൾ ഈ ഗവൺമെൻറ് എടുപ്പിച്ചിട്ട് ആ കേസെല്ലാം ഞാൻ അപ്പോൾ എന്നെ KIT കാറ്റിലേക്ക് സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ കാറ്റിലേക്ക് വന്ന സമയത്ത് എനിക്കെതിരെ കേസുണ്ടെന്നും പറഞ്ഞ് ഇവർ റിപ്പോർട്ട് ചെയ്തു സുപ്രീം കോടതിയിൽ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ കേസുകൾ മാറിയതിന് ശേഷം അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 5 കേസും ഞാൻ കേരള ഹൈക്കോടതിയിൽ കോഷ് ചെയ്തു. അതിനെതിരെ ചിലതൊക്കെ സുപ്രീം കോടതിയിൽ പോയി. ചിലതൊക്കെ സുപ്രീം കോടതി ഞാൻ പോകാതെ തന്നെ ഇവരുടെ നേതാക്കന്മാർക്ക്, LDFൻ്റെ ഒക്കെ നേതാവുണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അയാൾക്ക് 25,000 രൂപ ഫൈനിട്ട് കൊടുത്ത് അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാ കേസും തീർന്നു. അപ്പോൾ ആ കേസ് തീർന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു. എൻ്റെ പേരിൽ ഇപ്പോൾ യാതൊരു പെൻഡിങ് കേസും ഇല്ല, അതുകൊണ്ട് കാറ്റിൻ്റേത് പുനഃപരിശോധിക്കണം. അത് അങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ISRO കേസിൽ എനിക്കെതിരെ കേസുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് വലിയൊരു ലെറ്റർ ഈ ജയതിലക ഒപ്പിട്ട് ഒരെണ്ണയച്ചു. ISRO കേസിൽ എന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് 2ാമത് നിയമിച്ച്, അത് ഒരാളാണ് മിസ്റ്റർ പിണറായി വിജയൻ. അവരുടെ 96 സർക്കാരാണ്
മിസ്റ്റർ നായനാരുടെ കീഴിലുള്ള സർക്കാരാണ് എന്നെ ഏറ്റവും നല്ല ഓഫീസറാണെന്നും പറഞ്ഞ് ഈ ISRO കേസ് രണ്ടാമത് അന്വേഷിക്കാനായിട്ട് നിയമിക്കുന്നത്. ഞാൻ എതിർത്തിട്ടും ഞാൻ എതിർത്ത കാരണം എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ് സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞത്. അപ്പോൾ ആ കേസിൽ എനിക്കൊന്നുമില്ല. അത് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സുപ്രീം കോടതി പറഞ്ഞത് അന്വേഷണം നടത്തണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അന്വേഷണം നടത്തി കേസൊക്കെ എടുത്ത് ഒന്നും ആകാതെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഞാനാണ് അതിൽ അഫക്റ്റഡ് പാർട്ടി. അതുകൊണ്ട് ഈ ISRO കേസ് സെൻകുമാറിനെതിരെ ഭയങ്കരമായിട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് എനിക്ക് കാറ്റിൽ നിയമനം തരാതിരിക്കാനായിട്ട് ഇയാളാണ് അയച്ചത്. ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ഒപ്പിടുന്ന സമയത്ത് എന്നെപ്പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഞാനാണോ അത് എന്നൊന്ന് നോക്കണ്ടേ? ഞാൻ വാസ്തവത്തിൽ ഡാമേജ് കേസിന് എല്ലാം എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചതല്ല. എന്ന് വെച്ചാൽ ഒരു കേസിന് നമ്മൾ പോകുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ഈ പോകുന്ന ആൾക്ക്, ഈ അപ്പുറത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഗവൺമെൻറ് ചിലവിലങ്ങ് പോകാം. ഇപ്പം ഞാൻ 5 കേസ് നടത്താനായിട്ട് എൻ്റെ ഹാർഡ് ആൻഡ് മണി ആണ് ഞാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ആയിട്ട് ചിലവഴിക്കേണ്ടി വരുന്നത്. ആ സമയത്ത് ഇവർക്ക് ദിവസം 15, 20, 25 ലക്ഷം രൂപ വാങ്ങിക്കുന്ന വക്കീലന്മാരെ കൊണ്ടെന്ന് കേസ് നടത്താനായിട്ട് സാധിക്കും. അപ്പം അത് ഈ ജയതിലകാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അങ്ങനെ ഒരു മനുഷ്യനാണ് ജയതിലക എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുള്ളപ്പോൾ പറയാണ്. അപ്പം ഗവൺമെൻറ് പറഞ്ഞാൽ എന്നും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഫിൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഞാൻ മാത്രമല്ലല്ലോ പറയുന്നത്. ബി അശോക് പറഞ്ഞില്ലേ, ബി അശോക് പറഞ്ഞു, പ്രശാന്ത് പറഞ്ഞു. അപ്പം അവർ സർവീസിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് നേരത്തെ പറഞ്ഞു, ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കുന്ന ഇടം പരമാവധി ഉള്ളത് മുഖ്യമന്ത്രിയാണ്. അല്ലാതെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ അവർക്ക് നാളത്തെ ട്രാൻസ്ഫർ കാസർഗോഡിലേക്കായിരിക്കും, അല്ലെങ്കിൽ വയനാട്ടിലേക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ട്രാൻസ്ഫർ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടിട്ട ആളാണത്. അതാണല്ലോ ഫയൽ പറയുന്നത്. അപ്പോൾ ഒരു IAS പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ട്രാൻസ്ഫർ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് യാതൊരു ഓർഡറും ഇല്ലാതെ സ്വന്തമായിട്ട് ഇടുക. അപ്പോൾ അതുപോലും ചെയ്ത ഒരു ചീഫ് സെക്രട്ടറിയാണ് ആ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന് യാതൊരു നയവുമില്ല. അത് സർക്കാരിന് അത് പൊളിറ്റിക്കലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യത്തിൽ മാത്രം എടുക്കുന്ന നടപടികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നീതി നിർവഹണം എന്ന രീതിയിൽ എല്ലായിടത്തും ഒരു നയം അത് സ്വന്തം ആളുകളായാലും ശരിയായ നടപടി എടുക്കുമെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടൊന്നുമില്ല. വാസ്തവത്തിൽ എന്താ വേണ്ടത്? ഇങ്ങനെ ഒരു പരാതി 2023 കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോഷ് ആക്ട് വെച്ച് എൻക്വയറി നടത്തുകയും ആ ആക്ടിലെ കമ്മിറ്റി എൻക്വയറി നടത്തി റിപ്പോർട്ട് വാങ്ങിച്ച് അതനുസരിച്ച് ഡിപ്പാർട്ട്മെൻ്റൽ ആക്ഷനും അതേസമയം ക്രിമിനൽ നടപടിയും ആവശ്യമുണ്ടെങ്കിൽ എടുക്കുകയും ഉദ്യോഗസ്ഥനെ ആവശ്യമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയും ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാൾ വളരെ എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കും എന്ന് ഉള്ളത് കൊണ്ടാണ് നല്ലൊരു ഭാഗം പൊളിറ്റീഷ്യൻസിനും താല്പര്യം ഇത്തരം ഓഫീസേഴ്സിനെയാണ്, ഫിൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനാണ്. കാരണം അവരൊരു കാര്യത്തിലും റെസിസ്റ്റ് ചെയ്യില്ല, എന്ത് കാര്യവും നടത്തി കൊടുക്കും, കണ്ണടച്ച് ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ കണ്ണടച്ച് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഉള്ള അനുഭവത്തിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് കൂടുതൽ ചില സമൂഹങ്ങളിൽ വളരുന്നത്. ചില സമൂഹങ്ങളിൽ ഈ ഫിൽത്താണ് വളരുന്നത്, അല്ലാതെ ഫിറ്റസ്റ്റ് പേഴ്സൺ അല്ല വളരുന്നത്. ഫിറ്റസ്റ്റ് പേഴ്സണൊക്കെ പലപ്പോഴും ഔട്ടാകും. അവർക്ക് ചിലപ്പോൾ ഫൈറ്റ് ചെയ്ത് നടക്കേണ്ടി വരും. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ സർക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ കേസിലും കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഈ പല മർഡർ കേസിലും അതിൽ പാർട്ടിയുടെ അണികളെ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകുന്നതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കേസിൽ തന്നെ ഞാൻ തിരിച്ചു വരാതിരിക്കാനായിട്ട്
എത്ര കോടി രൂപയാണ് അവർ ചെലവാക്കിയത്? അതെ. അതനുസരിച്ച് എനിക്ക് ചിലവാക്കാൻ പറ്റുമോ? നമ്മൾക്കൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് അങ്ങനെ ചിലവാക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വേണ്ട എന്ന് വയ്ക്കും. ഇപ്പം ഈ ഡാമേജിൻ്റെ കേസ് ഞാൻ വേണ്ടാന്ന് വെച്ചത് എനിക്ക് അങ്ങനെ പോകാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ 5-6 വർഷം കോടതിയിൽ കേസ് നടത്തി ആ ഡാമേജ് പിടിച്ചെടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കൃത്യമായിട്ട് രേഖകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ രേഖയും എണ്ണി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ കയ്യിൽ പൈസയില്ല അതിനുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പൊതുജനമെങ്കിലും ബാക്കിയുള്ളവരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് നടപടി എടുപ്പിക്കണം. ഈ പെറ്റീഷൻ്റെ കോപ്പിയൊക്കെ കൊടുത്ത് ഹൈക്കോടതിയെ കൊണ്ട് ഓർഡർ എടുപ്പിക്കണം. ഇപ്പോൾ ഹൈക്കോടതി ഓർഡർ ഇട്ടാലും നടപ്പാക്കാത്ത തൊട്ട അയൽ സംസ്ഥാനമാണ് കേരളത്തിൻ്റെ സഹോദര സംസ്ഥാനം. കണ്ടില്ലേ, അവിടെ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വരെ അതിന് സമ്മതം കൊടുത്തിട്ട് ആ നടപടി നടപ്പാക്കാതെ ഇരുന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ കോടതി വിളിച്ചപ്പോൾ കോടതിയിൽ നിന്ന് അയാൾ പറയാണ്, ഒരു കളക്ടർ പറയാണ്, ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് നോക്കിയിരിക്കുകയായിരുന്നു എന്ന്. ഹൈക്കോടതിയുടെ ഓർഡർ കിട്ടി നടപ്പാക്കാതിരിക്കുന്നതിന് ഉത്തരം പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് സബ്സെർവിയൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, അവരൊന്നും സബ്സെർവിയൻ്റ് അല്ല. നിയമത്തിനോടും ഭരണഘടനയോടുമാണ് ഉദ്യോഗസ്ഥന് ബാധ്യതയുള്ളത്, അല്ലാതെ രാഷ്ട്രീയ യജമാനന്മാരോടല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ പഠിക്കണം. ഞാനൊക്കെ ഇത്ര ജോലി ചെയ്ത കാലം മുഴുവൻ, അത് ഇടതുപക്ഷമുണ്ട് വലതുപക്ഷമുണ്ട്, ഒരിക്കലും സബ്സെർവിയൻ്റായി ജോലി ചെയ്യേണ്ട വന്നിട്ടില്ല. നമ്മളോട് അതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ചൊന്നും അനാവശ്യമായിട്ട് ആവശ്യപ്പെടാറുമില്ല. അഥവാ ആവശ്യപ്പെട്ടാൽ ചെറുതായിട്ട് വന്നാൽ തന്നെ നമ്മൾ പറയും, നിയമം ഇതാണ്, ഇതനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് പലയിടത്തും ഞാൻ പോലീസിൽ വർക്ക് ചെയ്തപ്പോൾ എന്നെ അവിടെ ഉൾക്കൊള്ളാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കൂടുതലും പബ്ലിക് സെക്ടറിലായിരുന്നു. പക്ഷേ അന്നൊക്കെ ഒരു മന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും ഒന്നാന്തരം മന്ത്രിമാരുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയ ആളാണ്. ആ ഒരു മന്ത്രി എന്ന് പറഞ്ഞ ആൾ ശ്രീ KV തോമസ് ആണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് ചാടി ഇവിടെ വന്ന് ഇവരുടെ ആളായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അറിയാലോ, അദ്ദേഹം എൻ്റെ ഞാൻ പ്രതിയാക്കിയതല്ല, ഫ്രാഞ്ചൈസി സ്പൈ കേസ് എന്ന് പറയുന്ന കേസിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്നതും പിന്നീട് CBI പ്രതിയാക്കിയതും അതിൻ്റെ ശേഷമുള്ള ആ കേസ് പിന്നെ ഒന്നും ആകാതെ അതിലെ പ്രതികളെല്ലാം പോയി കേസ് ഒന്നും ആകാതെ കിടക്കായിരുന്നു. ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. അത് ഹൈക്കോടതിയാണ് അവർക്ക് ജാമ്യം കൊടുത്തത്. ആ പൗരന്മാരെല്ലാം പുറത്തുള്ള പൗരന്മാരെല്ലാം പുറത്തുപോയി, ഇപ്പോൾ അവരെ കിട്ടുന്നില്ല, കേസ് അങ്ങനെ തന്നെ കിടക്കുന്നു. അല്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോഷ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ വിശാഖ കേസിൽ സുപ്രീം കോടതി വിധി അനുസരിച്ചുണ്ടാക്കിയിട്ടുള്ള ആക്റ്റാണ്. അതനുസരിച്ച് തൊഴിൽ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ, അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്താൽ നടപടി എടുക്കേണ്ടത് ആ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. ഇവിടെ ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെ ചീഫ് മിനിസ്റ്റർ അല്ലാതെ ആരും ഇല്ല. കാരണം വേറെ ആരുടെയിലാണ് പരാതി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ അന്വേഷണം നടത്തണമെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ പോഷ് കമ്മിറ്റിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പോഷ് കമ്മിറ്റിയിൽ വരുന്ന അധ്യക്ഷ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയായിരിക്കും. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റിയെ വെച്ചിട്ട് വേണം വർക്ക് ചെയ്യിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിനെയോ അതേപോലുള്ള ആരെങ്കിലെയോ കൊണ്ട് ഈ പരാതികൾ അന്വേഷിപ്പിക്കണം, വനിതാ ജഡ്ജിയെ കൊണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ എന്തുകൊണ്ട് ഇത്രയേറെ പരാതികൾ ലഭിച്ചിട്ടും ജയതിലകിനെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന എൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഡോക്ടർ TP സെൻകുമാർ നൽകിയത്.